സേതുവേട്ടൻ അവളെ തല്ലിയത് അവൾക്ക് സഹിച്ചില്ല അമ്മ. അങ്ങോട്ടേക്ക് ഇന്നുവരെ അവളെ അങ്ങനെ തല്ലിയിട്ടില്ലല്ലോ. സ്വന്തം ആങ്ങളമാരൊക്കെ ആവുമ്പം തല്ലിയെന്നും വഴക്ക് പറഞ്ഞു നോക്കിയിരിക്കും. അതൊക്കെ വലിയ വിഷയമാക്കാൻ പോയാലേ പ്രശ്നങ്ങളുള്ളൂ. നീ നോക്കിക്കോ, ഇനി ഈ വീട്ടിലെ ചർച്ച ഇനി കുറെ ദിവസത്തേക്ക് ഇതായിരിക്കും. അതൊന്നും അല്ലമ്മേ. ഇവിടെ ഇപ്പൊ എല്ലാരും കോടീശ്വരന്മാരാണല്ലോ. അതിന്റെ കണക്കെടുപ്പും ചർച്ചയുമാണ് ഇവിടെ നടക്കുന്നത്. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്തമ്മേ. സാഹചര്യം എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാ. എനിക്ക് മനസ്സിലായില്ല, നീ എന്ത് ചെയ്തു? ഭാനുവിനെ സേതുവേട്ടൻ തല്ലിയപ്പോ ഞാൻ ഭാനുവിനെ ഒന്നും പറയാതെ സേതുവേട്ടനല്ലേ വഴക്ക് പറഞ്ഞത്. അതിനിപ്പോ എന്താ? അവൻ അവളെ തല്ലരുതെന്നല്ലേ പറഞ്ഞുള്ളൂ. ആണമ്മേ, പക്ഷെ അത് സേതുവേട്ടനെ ഫീൽ ചെയ്തുന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ അല്പം മുൻപ് സേതുവേട്ടനെ കാണാൻ വേണ്ടി പോയത്. പക്ഷെ അവിടെ സേതുവേട്ടനും മായേച്ചിയും പ്രധാനമായും സംസാരിച്ചത് ഭാനുവിന്റെ കാര്യമല്ല, അമ്മയ്ക്ക് കിട്ടിയ വസ്തുവിന്റെ കാര്യ. അമ്മയുടെ ഷെയർ ഇനി ആർക്കാവും കൊടുക്കുക എന്നുള്ളതാ പ്രധാന ചർച്ച. സേതുവേട്ടനും മായേച്ചിയും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ മറ്റുള്ളവരുടെ അഭിപ്രായം കൂടി അറിയണമെന്ന് എനിക്ക് തോന്നിയമ്മേ. അങ്ങനെയാ ഭാമയുടെയും ഭരതന്റെയും റൂമിന് മുന്നിലേക്ക് ഞാൻ ചെന്നത്. അവിടെ ഇതൊക്കെ തന്നെയായിരുന്നു ചർച്ച. ഇതിപ്പോ ഇങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാശ് കയ്യിലോട്ട് കെട്ടിക്കഴിഞ്ഞാ ഇവരൊക്കെ പിന്നെ എന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ലല്ലോ. അമ്മേ, പിന്നെ എന്റെ സ്വഭാവം മാറ്റാതിരുന്നാൽ ഇവർക്കൊക്കെ തന്നെ കൊള്ളാം. അല്ലെങ്കിലേ ഇതെല്ലാം കൂടെ ഞാൻ വല്ല അനാഥാലയത്തിലേക്ക് എഴുതി കൊടുക്കും. അമ്മേ